പരിശുദ്ധമായ റമദാനിൻ്റെ മൂന്നാമത്തെ പത്തിലാണല്ലോ നമ്മളെല്ലാവരും ഉള്ളത്. വിശുദ്ധ റമദാനിൻ്റെ 21-ാം രാവ്, 23-ാം രാവ്, 25-ാം രാവ്, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട ഈ 3 രാവുകളും കഴിഞ്ഞുപോയി. അല്ലാഹു തആല ലൈലത്തുൽ ഖദർ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ, ആമീൻ. ഇന്ന് മഗ്‌രിബോടുകൂടി കടന്നു വരുന്നത് 26-ാം രാവാണ്. നാളെ 27-ാം രാവ്, പിന്നെ 28-ാം രാവ്, 29-ാം രാവ്. ഇനി അതിപ്രധാനപ്പെട്ട ചില രാവുകളാണ്, ചില പകലുകളാണ് നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ രാവുകളിലും പകലുകളിലും നമ്മൾ ഓതിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട, വളരെ ശ്രേഷ്ഠതയുള്ള, വളരെ മഹത്വങ്ങൾ നിറഞ്ഞ, നിങ്ങൾ ഈ മഹത്വം കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും. കാരണം നമ്മൾക്ക് നിത്യമായി ഓതുന്നൊരു സൂറത്താണല്ലോ സൂറത്തുൽ ഖദർ. ആ സൂറത്തുൽ ഖദറിൻ്റെ ഒരുപാട് നേട്ടങ്ങൾ. ഇനി ആ സൂറത്ത് ഓതിയാൽ വല്ല നേട്ടം കിട്ടുമോ? ഒരുപാട് നേട്ടമാണ്. റമദാനിലും അതല്ലാത്ത സമയത്തും ഒരു മനുഷ്യൻ ഒരു വട്ടം സൂറത്തുൽ ഖദർ ഓതിയാൽ അവനിക്ക് കിട്ടുന്ന ആശ്ചര്യപ്പെടുത്തുന്ന, അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങൾ, മഹത്വങ്ങൾ വിശദമായി നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് സൂറത്തുൽ ഖദർ കുറച്ച് പ്രാവശ്യം ഓതാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ. ലൈലത്തുൽ ഖദർ കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഓരോ മുഅ്മിനീങ്ങളും ഓരോ മുഅ്മിനാത്തുകളും അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട സൂറത്താണ് സൂറത്തുൽ ഖദർ. അതിൻ്റെ കാരണം എന്താണെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട്. അവസാനം വരെ കാണാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും വിട്ടുപോകരുത്. അല്ലാഹു സ്വീകരിക്കട്ടെ, ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഖഫ വസ്സലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫ, അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, പരിശുദ്ധമായ, പരിപാവനമായ, പവിത്രതകളേറെ നിറഞ്ഞ വിശുദ്ധ റമദാൻ, ആ റമദാനിൻ്റെ അവസാനത്തെ പത്തിൻ്റെ 25-ാമത്തെ ദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. വിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ പത്തിലാണ്, 25-ാമത്തെ ദിനത്തിലാണുള്ളത്. ഇന്ന് മഗ്‌രിബോടുകൂടി 26-ാം രാവ് വരുന്നു. നാളെ മഗ്‌രിബോടുകൂടി നമ്മൾ കടക്കുന്നത് ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളും എല്ലാ വർഷവും കാത്തിരിക്കുന്ന 27-ാം രാവ്, റമദാൻ 27-ാം രാവിലേക്ക് നമ്മൾ നാളെ മഗ്‌രിബ് കടക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോൾ നമ്മളിൽ നിന്നും കഴിഞ്ഞുപോയ 21-ാം രാവുണ്ട്, 23-ാം രാവുണ്ട്, അതുപോലെ തന്നെ 25-ാം രാവ് ഒക്കെ കഴിഞ്ഞുപോയി. ഇനി നമ്മൾ കടക്കുന്നത് 27-ാം രാവ്, 29-ാം രാവ്. അതിപ്രധാനപ്പെട്ട ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാവുകളാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ലൈലത്തുൽ ഖദർ കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ റബ്ബ് നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ 3-ാമത്തെ പത്തിലെ നമ്മൾ പറയേണ്ട പ്രധാനപ്പെട്ട 3 ദുആകൾ, അതൊന്ന് നമുക്കൊന്ന് ഓരോ പ്രാവശ്യം വീതം പറയാം. എല്ലാവരും ഒന്ന് വെച്ച് പറഞ്ഞേ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني. അൽഹംദുലില്ലാ. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ, പടച്ചവൻ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റമദാൻ, ഈ റമദാനിൻ്റെ പ്രത്യേകതയും റമദാനിൻ്റെ പ്രത്യേകതയാകുന്ന ലൈലത്തുൽ ഖദറും ആ ലൈലത്തുൽ ഖദറിൽ സംഭവിക്കുന്ന മുഴുവൻ സംഭവ വികാസങ്ങളും എല്ലാം അല്ലാഹു തആല വിശദീകരിക്കുന്ന അതിപ്രധാനപ്പെട്ട സൂറത്താണ് വിശുദ്ധ ഖുർആനിലെ 97-ാമത്തെ സൂറത്ത്. 5 ആയത്തുകൾ മാത്രമുള്ള മക്കയിൽ അവതരിച്ച റുബുഉൽ ഖുർആൻ, ഖുർആനിൻ്റെ 1/4 എന്ന് മഹത്തുക്കൾ പരിചയപ്പെടുത്തിയ പ്രധാനപ്പെട്ട ശ്രേഷ്ഠതയുള്ള മഹത്വങ്ങൾ ഏറെ നിറഞ്ഞ സൂറത്താണ് സൂറത്തുൽ ഖദർ. സൂറത്തുൽ ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഖദർ. അതിൻ്റെ വിശദീകരണമൊക്കെ നമ്മൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് പറഞ്ഞിരുന്നു. എന്താണ് ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ ആ സൂറത്ത് ഓതി നമ്മൾ അതിൻ്റെ വിശദീകരണം പറഞ്ഞതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനി വരുന്ന 27-ാം രാവ്, അതുപോലെ 29-ാം രാവ്, ഇനിയുള്ള എല്ലാ സമയത്തും, അതായത് ഇനി നമ്മൾ നിസ്കരിക്കുന്ന സുന്നത്ത് നമസ്കാരങ്ങളിൽ ഉൾപ്പെടെ നമ്മൾ മറക്കാതെ ഈ സൂറത്ത് ഓതിയാൽ ഒരുപാട് നേട്ടങ്ങൾ, പ്രതിഫലങ്ങൾ അള്ളാഹു നമുക്ക് തരുമെന്നാണ്. വിശുദ്ധമായ ഖുർആനിലെ 114 സൂറത്തുകൾ, ആ 114 സൂറത്തുകളിൽ വളരെയധികം ശ്രേഷ്ഠതയുള്ള ചെറിയ സൂറത്തുകളിൽ പ്രധാനപ്പെട്ട 97-ാമത്തെ സൂറത്തുൽ നമുക്കൊന്ന് ഓതിയാലോ? സൂറത്തുൽ ഖദർ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഓതാം. നിസ്കാരമില്ലാത്ത ഉമ്മമാരുണ്ടെങ്കിൽ ഓതുന്നത് കേട്ടിരുന്നാൽ തന്നെ പുണ്യമാണ്. ഓതിക്കോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. അല്ലാഹുവേ പടച്ചവനെ, പരിശുദ്ധമായ സൂറത്തുൽ ഖദ്ർ ഞങ്ങൾ ഓതിയിട്ടുണ്ട്, നീ സ്വീകരിക്കണേ അല്ലാഹ്. സൂറത്തുൽ ഖദ്ർ ഓതിയാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മൻ ഖറഅ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ഒരു മനുഷ്യൻ സൂറത്തുൽ ഖദ്ർ ഓതി കഴിഞ്ഞാൽ ബഅദൽ ഇശാ നമസ്കാരത്തിന് ശേഷം ഓതി കഴിഞ്ഞാൽ 7 മറാത്ത് 7 പ്രാവശ്യം ഓതിയാൽ ആഫാഹുല്ലാഹു മിൻ കുല്ലി ബലാഇൻ വദആ ലഹു 70000 മലക്കിൻ ബിൽ ജന്ന. എന്താ ഇതിന്റെ പ്രത്യേകത? സൂറത്തുൽ ഖദ്ർ അത് എല്ലാ ദിവസവും നമുക്ക് ഓതാൻ പറ്റുന്ന സൂറത്താണ്. പ്രത്യേകിച്ച് റമദാനിൽ ഒരു മനുഷ്യൻ ഈ സൂറത്ത് ഓതിയാൽ ഒരുപാട് നേട്ടമാണ്. റമദാനിൽ എന്നല്ല, എല്ലാ ദിവസവും, വർഷത്തിലെ എല്ലാ ദിവസവും ഇശാ നിസ്കാരം കഴിഞ്ഞ് ഓതിയാൽ, അതാണ് മഹാനായ അലിയാർ തങ്ങൾ പറയുന്നത്, ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് സൂറത്തുൽ ഖദ്ർ ഓതിയാൽ എത്ര വട്ടം? 7 വട്ടം. 7 വട്ടം ഒരു മനുഷ്യൻ സൂറത്തുൽ ഖദ്ർ ഓതി കഴിഞ്ഞാൽ ആഫാഹുല്ലാഹു മിൻ കുല്ലി ബലാ, അല്ലാഹു തആല എന്തൊക്കെ പ്രയാസങ്ങൾ അവൻ്റെ ജീവിതത്തിൽ കൊടുത്തിട്ടുണ്ടോ, അല്ലെ? നമുക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെയൊക്കെ കുടുംബത്തിൽ എത്രമാത്രം പ്രയാസങ്ങൾ, പ്രതിസന്ധികളാണ്. നമ്മുടെ മക്കളുടെ കുടുംബങ്ങളിൽ നമുക്ക് രോഗമുണ്ട്, നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ ഭർത്താവിന്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ മരുമക്കൾക്ക്, നമ്മുടെ പേരക്കുട്ടികൾക്ക്, നമ്മുടെ അയൽവാസികൾക്ക്, നമ്മുടെ കൂട്ടുകാർക്ക്, നമ്മുടെ നാട്ടുകാർക്ക്, നമ്മുടെ ബന്ധുമിത്രാദികൾക്ക്, വേണ്ടപ്പെട്ടവർക്ക് ഒക്കെ ഒരുപാട് അസുഖങ്ങളാണ്, അല്ലെ? പ്രയാസങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്. ബലാ, ആപത്തുകൾ, മുസീബാത്തുകൾ ഒരുപാടുണ്ടാകും. എല്ലാ ആപത്ത്, മുസീബത്ത്, കണ്ണേറ്, സിഹറിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ എല്ലാ ദിവസവും, പ്രത്യേകിച്ച് റമദാനിലെ ഇനിയുള്ള പ്രധാനപ്പെട്ട ദിനങ്ങൾ, അല്ലെ? ഇന്ന് 26-ാം രാവ്, നാളെ 27, ഇനി 28, 29 തുച്ഛമായ ദിനങ്ങൾ മാത്രമാണ് ഉള്ളത്. ഈ ദിവസങ്ങളിലൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് മടുക്കാതെ, മുടങ്ങാതെ സൂറത്തുൽ ഖദ്ർ ഓതിയാൽ ഇശാ നിസ്കാരത്തിന് ശേഷം 7 വട്ടം ഈ സൂറത്ത് പലപ്പോഴും ഓതിയാൽ പല പ്രത്യേകതകളാണ്, പല പ്രതിഫലങ്ങളാണ്. ഇപ്പൊ ഇശാ നിസ്കാരം കഴിഞ്ഞ് ഓതിയാൽ കിട്ടുന്ന നേട്ടമാണ് ഇവിടെ പറയുന്നത്. 7 വട്ടം ഓതിയാൽ ആഫാഹുല്ലാഹു മിൻ കുല്ലി ബലാ, എല്ലാ പ്രയാസ പ്രതിസന്ധികളെ തൊട്ടും അല്ലാഹു തആല അവനിക്ക് കാവൽ നൽകുന്നതാണ്. രോഗങ്ങൾക്ക് അല്ലാഹു തആല ശിഫാ തരുന്നതാണ്. പിന്നെയോ വദആ ലഹു, ഈ ഓതുന്ന ആൾക്ക് വേണ്ടി ദുആ ചെയ്യും 70000 മലക്കിൻ, 70000 മലക്കുകൾ അല്ലാഹു തആല സ്വർഗ്ഗം കൊണ്ട് ഇവനിക്ക് ദുആരക്കാൻ അല്ലാഹു തആല മലക്കുകൾ ഏൽപ്പിക്കും. പ്രത്യേകിച്ച് നാളെ 27-ാം രാവ്, നാളെ മഗ്‌രിബോട് കൂടി കടന്നു വരുന്ന 27-ാം രാവ് ലോക മുസൽമാൻ കാത്തിരിക്കുന്ന രാവാണ്. ആ രാവിൽ സൂറത്തുൽ ഖദ്ർ നമ്മൾ പറ്റുന്ന വട്ടം, 7 എന്നാക്കണ്ട, എത്രയാണോ നമുക്ക് ഓതാൻ പറ്റുന്നത് അത്രയും വട്ടം നമ്മൾ സൂറത്തുൽ ഖദ്ർ ഓതി കഴിഞ്ഞാൽ 70000 മലക്കല്ല, 7,07,00,000 മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാണ്. എന്തുകൊണ്ട്? ബിൽ ജന്ന, സ്വർഗം കൊണ്ട്. ഒരു മലക്കിന്റെ ദുആ മതി, ഒരു മലക്കിന്റെ ദുആ മതി നമുക്ക് രക്ഷപ്പെടാൻ. ഇതൊന്നല്ല, 1, 2, 3 തുടങ്ങി 7000-ഉം 70,000 ഒക്കെ മലക്കുകളുടെ ദുആ കിട്ടുമെന്നാണ്. ഒന്നും ചെയ്യേണ്ട, വളരെ എളുപ്പമുള്ള ഈ സൂറത്ത് മാത്രം ഓതിയാൽ മതി. ഇനിയോ ഈ സൂറത്തിന്റെ എത്രയോ നേട്ടങ്ങളാണ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. വുളു എടുത്തു കഴിഞ്ഞിട്ട് ഒരാൾ സൂറത്തുൽ ഖദ്ർ ഓതി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ കടക്കുന്നത് മഅസ്സുദ്ദീഖീൻ, സിദ്ദീഖീങ്ങളുടെ ഒപ്പമാണ്, സത്യവാന്മാരുടെ ഒപ്പമാണ് ഇവൻ സ്വർഗത്തിൽ കടക്കുക. 2 പ്രാവശ്യം ഒരു മനുഷ്യൻ സൂറത്തുൽ ഖദ്ർ വുളു എടുത്തതിന് ശേഷം ആത്മാർത്ഥമായി ഓതിയാൽ അവൻ സ്വർഗത്തിൽ കടക്കുന്നത് മഅശ്ശുഹദാ, ഷഹീദന്മാരോടൊപ്പമാണ്. പിന്നെയോ ഒരു മനുഷ്യൻ സൂറത്തുൽ ഖദ്ർ ഓതുന്നു, വുളു എടുത്തതിന് ശേഷം 3 വട്ടം ഓതിയാൽ മഅൽ അംബിയാ, അംബിയാക്കന്മാരോടൊപ്പം, പ്രവാചകന്മാരോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ അല്ലാഹു അവനിക്ക് തൗഫീഖ് കൊടുക്കുന്നതാണ്. ഉമ്മമാരെ, സഹോദരിമാരെ, വാപ്പമാരെ, നമ്മളിത് വുളുവിന് ശേഷം ഓതാത്തവരാണെങ്കിൽ നമ്മൾ ഓതി തുടങ്ങണേ. പ്രത്യേകിച്ച് റമദാനാണ്, 27-ാം രാവ് വരികയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഓതണം, ഓതി തുടങ്ങണം. അല്ലാഹു തആല തൗഫീഖ് തരുമാറാവട്ടെ. റമദാനിൽ ഇനിയാണ് നമുക്ക് ശ്രദ്ധേയമായ ഒരു കാര്യം. റമദാനിൽ ഒരു മനുഷ്യൻ ഈ സൂറത്തുൽ ഖദ്ർ ഓതിക്കഴിഞ്ഞാൽ ലൈലത്തുൽ ഖദ്ർ കിട്ടണം. ആ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി എന്നാ നമുക്കറിയാവോ? ഇല്ലല്ലോ.
അപ്പോൾ റമദാൻ 1 മുതലേ നമ്മൾ ഓതേണ്ടതായിരുന്നു. ഇതിപ്പോൾ റമദാൻ 26-ാം രാവാണ്. നാളെ 27-ാം രാവ്. 27-ാം രാവാണല്ലോ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് നമ്മളെല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇബാദത്ത് ചെയ്യുന്ന രാത്രി. അതുകൊണ്ട് ഇന്നത്തെ രാത്രി തന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ സൂറത്ത് ഓതുക. ഒരു വട്ടം ഓതിയാൽ മതി. നല്ല ആത്മാർത്ഥതയോടെ ഈ സൂറത്ത് ഓതുക. അങ്ങനെ ഓതിയാൽ ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം അല്ലാഹു തആല അവനിക്ക് കൊടുക്കുമെന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. ഇനിയോ ഒരുപാട് ശ്രേഷ്ഠതകൾ നമുക്ക് കാണാൻ പറ്റും. ഒരു മനുഷ്യൻ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞും സുബ്ഹി നമസ്കാരം കഴിഞ്ഞും സൂറത്തുൽ ഖദർ ഓതിക്കഴിഞ്ഞാൽ അവനിക്ക് ശൈത്വാന്റെ ശർറിനെ തൊട്ടുള്ള കാവൽ കിട്ടുന്നതാണ്. പിന്നെയോ എല്ലാ ദിവസവും ഒരാൾ ഏതെങ്കിലും ഒരു സമയത്ത് ഈ സൂറത്തുൽ ഖദർ മുടങ്ങാതെ ഓതുന്നവനാണെങ്കിൽ അവൻ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായ നിഅമത്തുകൾ അല്ലാഹു തആല കൊടുക്കുന്നതാണ്. പിന്നെയോ സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് 7 വട്ടം ഒരു മനുഷ്യൻ സൂറത്തുൽ ഖദർ ഓതി കഴിഞ്ഞാൽ അവൻ്റെ പ്രയാസങ്ങളും കടങ്ങളും മാറുന്നതാണ്. അതുപോലെ വഞ്ചിക്കപ്പെടുന്നതിനെ തൊട്ട് കാവൽ കിട്ടുന്നതാണ്. വെള്ളിയാഴ്ച ഒരു മനുഷ്യൻ സൂറത്തുൽ ഖദർ 1000 തവണ ഓതിക്കഴിഞ്ഞാൽ, 1000 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ റസൂല് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള സൗഭാഗ്യം അള്ളാഹു കൊടുക്കുന്നതാണ്. അതിനെന്താ ചെയ്യേണ്ടത്? വെള്ളിയാഴ്ച ദിവസം ഏതെങ്കിലും ഒരു സമയത്ത്, വെള്ളിയാഴ്ച പകലിലോ വെള്ളിയാഴ്ച രാവിലോ 1000 തവണ സൂറത്തുൽ ഖദർ ഓതണേ. യാത്ര ചെയ്യുന്നവനാണോ, യാത്ര തുടങ്ങുന്നതിന് മുമ്പ് വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ, ബൈക്കിലേക്ക് കയറുമ്പോൾ, കാറിലേക്ക് കയറുമ്പോൾ, ബസ്സിലേക്ക് കയറുമ്പോൾ, ഫ്ലൈറ്റിലേക്ക് കയറുമ്പോൾ, ട്രെയിനിലേക്ക് കയറുമ്പോൾ ഒരാൾ സൂറത്തുൽ ഖദർ ഓതിക്കഴിഞ്ഞാൽ ആ യാത്രയിൽ അല്ലാഹു തആല അംന് നൽകുന്നതാണ്, നിർഭയത്വം കൊടുക്കുന്നതാണ്, അപകടങ്ങളിൽ പെടൂല. എത്ര പ്രതിഫലങ്ങളാണ് ഈ സൂറത്തുൽ ഖദർ ഓതുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സൂറത്തുൽ ഖദർ അത് നമ്മുടെ ജീവിതത്തിലെ നിത്യമായ ഒരു ഇബാദത്തായി മാറണം. നിത്യമായി നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു ഇബാദത്തായി സൂറത്തുൽ ഖദർ മാറണം. ഇനിയോ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഇതൊരു ഖൈറാണ് സൂറത്തുൽ ഖദർ. ഇനി മരണപ്പെട്ടാലോ? മരണപ്പെട്ട് കഴിഞ്ഞാലും നമുക്ക് സൂറത്തുൽ ഖദർ കൊണ്ട് പ്രയോജനമുണ്ട്. ഒരാൾ മരണപ്പെട്ടു, അയാൾ നമ്മളെ ഖബറിലേക്ക് വെക്കുന്നു, അല്ലേ? എങ്ങനെയാ വെക്കുന്നത്? അയാളുടെ മുഖവും ശരീരവും പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിച്ചാണ് ഒരാളെ ഖബറിലേക്ക് വെക്കുന്നത്. ആ സമയത്ത് ഒരു പിടി മണ്ണെടുക്കുക. ഒരു പിടി മണ്ണെടുത്തിട്ട് സൂറത്തുൽ ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന സൂറത്ത് 7 വട്ടം ഓതിയിട്ട് മണ്ണിലേക്ക് ഊതിയിട്ട് അയാളുടെ കവിൽ തടത്തിൽ വെച്ചാൽ ലാ ഹിസാബ ഫിൽ ഖബർ, അയാൾക്ക് അല്ലാഹു തആല ആ ഖബറിൽ ഹിസാബ് കൊടുക്കൂല, വിചാരണ കൊടുക്കൂല എന്ന് നമുക്ക് തഫ്സീറുകളിൽ കാണാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചില പള്ളികൾ അങ്ങനെ ചെയ്യാറുണ്ട്. അവിടുത്തെ മുഅദ്ദിൻ ഉസ്താദുമാർ ഈ ഒരു പിടി മണ്ണെടുത്തിട്ട് സൂറത്തുൽ ഖദർ 7 വട്ടം മോദി അതിലേക്ക് മന്ത്രിച്ചിട്ട് ആ കവിളിൽ ഇങ്ങനെ മണ്ണ് വെക്കും. ആ കവിളിൽ വെക്കുന്ന മണ്ണിൽ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ചെയ്താൽ വലിയ ഗുണമാണ്. നമ്മുടെ മക്കളോടൊക്കെ നമ്മൾ വസിയത്തായിട്ട് പറഞ്ഞു വെക്കുക, മോനെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഉമ്മാനെ ഖബറിലേക്ക് വെക്കുമ്പോൾ അല്ലെങ്കിൽ വാപ്പാനെ ഖബറിലേക്ക് വെക്കുമ്പോൾ, അത് പള്ളിയിലെ ഉസ്താദിനെ ഓതണമെന്നില്ല, നമ്മുടെ മക്കളെ ഏൽപ്പിക്കാം, ആൺകുട്ടികളെ ഏൽപ്പിക്കാം, ഇനി ഉമ്മമാർക്ക് ഭർത്താക്കന്മാരെ ഏൽപ്പിക്കാം. എന്താ ചെയ്യേണ്ടത്? ഒരു പിടി മണ്ണെടുത്തിട്ട് അതിൽ സൂറത്തുൽ ഖദർ 7 വട്ടം മോദി അതിൽ മന്ത്രിച്ചിട്ട് എൻ്റെ കവിളിൽ വെക്കുന്ന, കവിളിൽ നമുക്ക് കുറച്ച് മണ്ണ് വെക്കും, ഇങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി കവിളിൽ കുറച്ചിങ്ങനെ മണ്ണ് വെക്കും. അപ്പോൾ ആ മണ്ണിൽ ഈ സൂറത്തുൽ ഖദർ ഓതിയാൽ ഖബറിൻ്റെ ശിക്ഷയെ തൊട്ടുള്ള കാവൽ കിട്ടുമെന്നാണ്. അല്ലാഹു തആല അത് ചെയ്യാനുള്ള, നമുക്ക് ചെയ്യാൻ പറ്റൂല, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് തൗഫീഖ് അല്ലാഹു തആല തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനെന്ത് ചെയ്യണം? നമ്മുടെ ബന്ധുമിത്രാദികളൊക്കെ മരിക്കുമ്പോൾ നമ്മൾ ആ ഒരു കർമ്മം ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കായി നമ്മൾ മരണപ്പെട്ടാൽ നമുക്ക് വേണ്ടി ചെയ്യാൻ അല്ലാഹു തആല ആളെ ഏൽപ്പിക്കുമെന്നാണ്. ലൈലത്തുൽ ഖദറിനെ പറ്റി വിശദീകരിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഖദർ. ഇവിടെ മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ ഖറഅ സൂറത്തുൽ ഖദർ, സൂറത്തുൽ ഖദർ ഒരു മനുഷ്യൻ ഓതിക്കഴിഞ്ഞാൽ ഉഅതിയ, അവനിക്ക് നൽകപ്പെടുന്നതാണ്, മിനൽ അജ്രി, പ്രതിഫലങ്ങളിൽ നിന്നും, കമൻ, ഒരുവന് കിട്ടുന്നത് പോലത്തെ ഒരു പ്രതിഫലം, സ്വാമ റമദാന വഹിയ ലൈലത്തുൽ ഖദർ, അതായത് റമദാൻ മാസം മുഴുവനും നോമ്പ് പിടിക്കുകയും ലൈലത്തുൽ ഖദർ കരസ്ഥമാക്കിയവനും കിട്ടുന്നത് പോലത്തെ ഒരു പ്രതിഫലം അല്ലാഹു തആല സൂറത്തുൽ ഖദർ ഓതുന്ന ഒരാൾക്ക് കൊടുക്കുമെന്നാണ്. എന്താ ഇതിൻ്റെ പ്രത്യേകത? 100 തവണ ഒരു മനുഷ്യൻ റമദാനിൻ്റെ രാത്രികളിൽ, ഇന്നിപ്പോൾ മഗ്‌രിബോട് കൂടി കടന്നു വരുന്ന 26-ാം രാവാൻ, നാളെ 27-ാം രാവ്, ഇപ്പോഴേ നമ്മുടെ മനസ്സിൽ കരുത് 27-ാം രാവിന് ഇൻഷാ അല്ലാഹ് ഒരു 100 വട്ടം സൂറത്തുൽ ഖദർ ഓതിക്കഴിഞ്ഞാൽ അവനിക്ക് പിന്നെ ഗമ്മുണ്ടാവില്ല, ടെൻഷൻ ഉണ്ടാവില്ല, പ്രയാസമുണ്ടാവില്ല, പ്രശ്നങ്ങളുണ്ടാവില്ല. അവൻ ചെയ്യുന്ന ദുആകൾ അല്ലാഹു തആല സ്വീകരിക്കും. ഇതൊക്കെ റൂഹുൽ ബയാൻ എന്ന തഫ്സീറിൽ കാണാം.
അതുപോലെ തന്നെ വീണ്ടും നമുക്ക് കാണാം ഒരുപാട് ശ്രേഷ്ഠതകൾ സൂറത്തുൽ ഖദർ ഓതിയാൽ കിട്ടും. എല്ലാ നമസ്കാരം കഴിഞ്ഞ് ഒരു മനുഷ്യൻ സൂറത്തുൽ ഖദർ ഓതുന്നത് പതിവാക്കി കഴിഞ്ഞാൽ അവനിക്ക് അല്ലാഹു തആല ഹലാലായ സമ്പത്ത് കൊടുക്കുന്നതാണ്. കിട്ടുന്ന സമ്പാദ്യമൊക്കെ ഹലാലായി മാറുന്നതാണ്. പുതിയൊരു വസ്ത്രം ധരിക്കുമ്പോൾ സൂറത്തുൽ ഖദർ ഓതിക്കഴിഞ്ഞാൽ ആ വസ്ത്രം ധരിക്കുന്ന കാലത്തോളം അല്ലാഹു തആല അവനിക്ക് ഖൈർ കൊടുക്കുമെന്നാണ്. ഈ സൂറത്തുൽ ഖദർ ഒരു മനുഷ്യൻ ഓതിയിട്ട് അവൻ്റെ ഈ 2 തള്ളവിരൽ അതിൽ ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ചിട്ട് അവൻ കണ്ണിൽ തടവിയാൽ കണ്ണിന് കാഴ്ച കിട്ടുന്നതാണ്. ഇങ്ങനെ എത്രയോ പ്രതിഫലങ്ങളാണ് ഈ സൂറത്തുൽ ഖദർ ഓതുന്നവരെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് വിശുദ്ധമായ റമദാനിൻ്റെ 26-ാം രാവ്, നാളെ 27, ഇനി 28, 29 പുണ്യമായ പവിത്രമായ ശ്രേഷ്ഠതകൾ ഏറെ നിറഞ്ഞ രാവുകളാണ്, പകലുകളാണ് വരാനുള്ളത്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള രാത്രികളിലൊക്കെ ഈ സൂറത്തുൽ ഖദർ ഓതാൻ ഞാനും വിട്ടുപോകരുത്, നിങ്ങളും വിട്ടുപോകരുത്. അല്ലാഹു തആല സൂറത്തുൽ ഖദർ ഓതുമ്പോൾ കിട്ടുന്ന എത്രയോ പ്രതിഫലങ്ങൾ അല്ലേ, അല്ലാഹു തആല അതെല്ലാം കരസ്ഥമാക്കാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്തുൽ ഖദർ റുബുഉൽ ഖുർആനാണ്. റുബുഉൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ 4-ൽ 1 ഒരു പ്രാവശ്യം സൂറത്തുൽ ഖദർ ഓതിയാൽ ഖുർആനിനെ 4 അതിൽ ഒരു ഭാഗം ഓതിയവന് കിട്ടുന്നത് പോലത്തെ പ്രതിഫലം കിട്ടുമെന്നാണ്. അപ്പം 4 പ്രാവശ്യം സൂറത്തുൽ ഖദർ ഓതിയാൽ ഒരു ഖത്തം തീർത്ത പ്രതിഫലമാണ്. അപ്പം അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇപ്പം തന്നെ ഒരു ഖത്തം തീർക്കാം. എങ്ങനെ? സൂറത്തുൽ ഖദർ 4 വട്ടം ഓതി ഒരു ഖത്തം തീർത്ത് പ്രതിഫലം കരസ്ഥമാക്കുന്നവൻ്റെ കൂലി നമുക്കും നേടാം. അതുകൊണ്ട് ഇപ്പം തന്നെ നമുക്കൊരു 4 വട്ടം സൂറത്തുൽ ഖദർ ഓതിയാലോ? ഇൻഷാ അല്ലാഹ് ഓതിക്കോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. الحمد لله. الله رب العزة നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. വിശുദ്ധമായ ഖുർആൻ ഖത്മ തീർത്ത പ്രതിഫലം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉസ്താദെ, പ്രത്യേകം ദുആരക്കണേ. ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, അതുപോലെ കടങ്ങളാണ്, അതുപോലെ കല്യാണം പ്രായമെത്തിയിട്ട് കല്യാണം ശരിയാവുന്നില്ല, കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുകയാണ്, നല്ലൊരു വീടില്ല, വീട് പണി നടക്കുകയാണ്, ജോലിയില്ല, ജോലി അന്വേഷിക്കുന്നു, ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും, അതുപോലൊപ്പം തന്നെ രോഗങ്ങളുടെ കാര്യം പറഞ്ഞ് ദ്വാരക്കാൻ പറഞ്ഞ നിരവധി ആളുകൾ നമ്മുടെ വീഡിയോകൾക്ക് താഴേക്ക് കമൻ്റ് എഴുതുന്നുണ്ട്. അല്ലാഹുവേ പടച്ചവനെ, സൂറത്തുൽ ഖദറിൻ്റെ ബർക്കത്ത് കൊണ്ട്, ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം കൊണ്ട് റബ്ബേ ഞങ്ങളോട് ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അവരൊക്കെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹുവേ പടച്ചവനെ, എല്ലാവിധ ഖൈറും ബർക്കത്തും ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ മുസ്ലിം സമുദായം കടന്നു പോവുകയാണ്. നീ ശാന്തി കൊടുക്കണേ അല്ലാ, സമാധാനം കൊടുക്കണേ അല്ലാ. നാളെ വരുന്ന 27-ാം രാവ് അതിൽ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ.